നമ്മളോട്ട് സ്വാഗതം കേട്ടോ. നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പറയുന്നതിനേക്കാളും കാണിക്കുന്നതാണല്ലോ സൗകര്യം. അപ്പം ഞാൻ മീൻ വാങ്ങിയേ. ഇതെന്ത് മീനാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മീനൊക്കെ ഇന്ന് കുറവാണ് കേട്ടോ. ചന്തയിൽ മീനൊന്നുമില്ല സുഹൃത്തുക്കളെ. ഞാനൊക്കെ പോയപ്പോണ്ടല്ല ചന്തയിൽ മീനൊക്കെ തീർന്നു. ഇതെന്ത് മീനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഇതിൻ്റെ പേരറിഞ്ഞൂടെ. അവർ കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി, പൊരിക്കാൻ വേണ്ടിയിട്ടേ. കറി വെച്ചാൽ കൊള്ളൂല്ലെങ്കിൽ പിന്നെ അത് 50 രൂപയാണേ. എന്തെങ്കിലും ആവട്ടെന്ന് പറഞ്ഞ് ഞാൻ വറുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും നമുക്ക് ഒഴിച്ച് കഴിക്കാൻ വേണമല്ലോ. അപ്പോൾ നമ്മുടെ ഓഫീസിനടുത്ത് ഒരു കറിക്കടയുണ്ടേ. ഒരു കറിക്കട ഇത് കണ്ടോ. ഞാൻ പുളിശ്ശേരിയും തോരനും വാങ്ങിച്ചു. എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ ചങ്ക് പിടഞ്ഞു കേട്ടോ. എൻ്റെ ചങ്ക് പിടഞ്ഞു പോയി. കാരണം എന്താണെന്നറിയാമോ? ഒരു കറിക്ക് 50 രൂപ. പച്ചക്കറിക്ക് സാമ്പാറായാലും അവിയലായാലും തോരനായാലും പച്ചടി ആയാലും കിച്ചടി ആയാലും എല്ലാം 50 രൂപ. പിന്നെ അല്ലാതെ വെറൈറ്റി ഉണ്ടല്ലോ, കണവ, കൊഞ്ച്, ഞണ്ട്, അങ്ങനത്തെ സംഭവമൊക്കെ 200 രൂപ. വറുത്ത മീൻ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കണവ തോരൻ വില കേട്ടപ്പോൾ അത് 200 പറഞ്ഞു. പച്ചക്കറി സാമ്പാർ പുളിശ്ശേരി അവിയലൊക്കെ 50 രൂപ. ഞാൻ തോരനും പുളിശ്ശേരിയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിച്ചിരി വെക്കാൻ പാടായതുകൊണ്ടാണേ, കറി വെക്കാൻ പാടായതുകൊണ്ടാണ് 50 രൂപ പച്ചക്കറി വാങ്ങിച്ചെങ്കിൽ നിറയെ വെക്കായിരുന്നു കേട്ടോ. 50 രൂപ പച്ചക്കറി വാങ്ങിയെങ്കിൽ നമുക്ക് അവിയൽ സാമ്പാറും പച്ചടിയും ഒക്കെ വെക്കായിരുന്നു. പക്ഷേ എന്നാ ചെയ്യാനാണ്, വെക്കാൻ കഴപ്പായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യാൻ മടിയായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇച്ചിരി കറിയൊക്കെ 50 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ വാങ്ങുന്നത്. സത്യത്തിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ വാങ്ങുന്നുണ്ട്. തള്ളി കിടക്കുന്നുണ്ട് ആൾക്കാർ തള്ളി കിടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് സത്യത്തിൽ അവിയൽ സാമ്പാർ തോരന് പുളിശ്ശേരി 100 രൂപയ്ക്ക് വാങ്ങിച്ചപ്പോണ്ടല്ലോ എൻ്റെ ചങ്കിനകത്ത് വല്ലാത്തൊരു പിടച്ചിൽ. പിന്നെ വീട്ടിൽ ഈ പിന്നെ ക്യാഷൊക്കെ ഉള്ള വീട്ടുകാരുണ്ടല്ലോ, പൈസയൊക്കെ ഇഷ്ടത്തിനുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അവർക്ക് സെർവൻറ്റിന് കൊടുക്കണ പൈസ മതി. ഇപ്പോൾ 200 രൂപ ഒരു സെർവൻറ്റ് എങ്ങനെ പോയാലും ക്ലീനിങ് അല്ലാണ്ട് 200 രൂപ കൊടുക്കണം. അവർക്ക് ചോറും കറിയും വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കുറഞ്ഞത് ഒരു ദിവസം 200 രൂപയെങ്കിലും കൊടുക്കണം. അപ്പോൾ അതാണെങ്കിൽ മാസം 6000 രൂപ. അപ്പോൾ ആ കണക്ക് നോക്കുകയാണെങ്കിൽ കേട്ടോ, സെർവൻറ്റിന് കൊടുക്കുകയും വേണ്ട, വീട്ടിലെ സാധനങ്ങളും വാങ്ങണ്ട. ഒന്നും വാങ്ങുക, എണ്ണയും വേണ്ട, പലവ്യഞ്ജനവും വേണ്ട, പച്ചക്കറിയും വേണ്ട, ഒന്നും വേണ്ട. ഒരു 200 രൂപ കൊടുത്താലുണ്ടല്ലോ ഒരു അവിയൽ സാമ്പാർ ഒരു പരിപ്പ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെജിറ്റേറിയൻ കിട്ടും. വല്ലപ്പോഴും ഒരു മീനും ആകാം. അപ്പം നമ്മളെപ്പോലുള്ളവർക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ എന്താണ് കറിയുന്നത്, ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ട് മനസ്സിൽ ടെൻഷൻ അടിച്ചടിച്ചാണ് വരണം. നിങ്ങളൊക്കെ വിചാരിക്കും നമ്മൾ അത്രയ്ക്ക് പിശുക്കാന്ന്. അല്ല സുഹൃത്തുക്കൾ, നമ്മളെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ചിലവാക്കുന്നതിന് ഒരു കുഴപ്പമില്ല. വരുമാനം നമ്മൾ വരുമാനത്തിന് അതുക്കും മേലെ നമ്മൾ ചിലവാക്കിയാലേ നമ്മൾ പെട്ടെന്ന് കടക്കാരാവും. പിന്നെ നമ്മൾ പലയിടത്തും അങ്ങനെയാണ് സംഭവിക്കുന്നത് കേട്ടോ. പല കുടുംബത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. വരുമാനം അറിയാണ്ട് ജീവിക്കുമ്പോഴത്തേക്കാണ് നമ്മളെല്ലാം കടക്കണിയിലായി പോണത്. നമുക്കൊന്നും അറിവില്ലാത്ത കാലത്ത് നമ്മളൊക്കെ വക്കും പൊക്കും ഇല്ലാതെ ജീവിച്ചു കേട്ടോ. നമ്മളൊക്കെ ജീവിതം തുടങ്ങിയ സമയത്ത് നമുക്കതിൻ്റെ അറിവും കാര്യങ്ങളും കൂടുതൽ പക്വതയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളൊക്കെ ആവശ്യമില്ലാണ്ടൊക്കെ ദൂർത്തടിച്ച് ജീവിച്ച് ഇപ്പം ശരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പം അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴിപ്പോഴും നമ്മൾ കാലക്രമേണയാണ് ഓരോന്നും പഠിക്കുന്നത്. കാലങ്ങൾ ചെല്ലും തോറും നമ്മളിൽ ഓരോ മാറ്റങ്ങൾ വരുന്നത്. ഇപ്പം മാക്സിമം ഞാനായിട്ട് ചുരുങ്ങിയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പോക്ക്. അല്ലെങ്കിൽ പിന്നെ ചെരുപ്പ് വാങ്ങണോ, ഡ്രസ്സ് എടുക്കണോ, അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണോ, ഇപ്പം അതെല്ലാം ഞാൻ വളരെ ചുരുക്കി. ഇപ്പോൾ ആൾക്കാർ പറയും എന്തിനാ ഇങ്ങനെ പിശുക്കത്തനം കാണിക്കുന്ന, അടിച്ച് പൊളിച്ച് ജീവിച്ചൂടെ. ആവശ്യത്തിനുണ്ട്, ആവശ്യത്തിനില്ല എന്നല്ല, ആവശ്യത്തിന് അടിച്ച് പൊളിച്ചൊക്കെ തന്നെയാണ് പോകുന്നത്. എന്നാലും നമ്മുടെ വരുമാനം നോക്കി നമ്മൾ ജീവിക്കണം. അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു പ്രയോജനമാണെങ്കിൽ ആവട്ടെ. നമ്മളെപ്പോലുള്ള ഒരു പലരും പറയും കേട്ടോ, പലരും യൂട്യൂബിലൊക്കെ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങ് അടിച്ച് പൊളിക്കൂ, നിങ്ങൾ അവിടെ പോകൂ, നിങ്ങൾ ഇവിടെ പോകൂ, നിങ്ങൾ അങ്ങനെ ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ. പറയുന്നവർക്ക് പറയാം. പക്ഷെ അതിനൊത്ത് നമ്മൾ താളം തുള്ളാൻ നിന്നാലുണ്ടല്ലോ, നമ്മൾ കടം കയറി വരുമ്പോഴത്തേക്ക് പറയുന്നവരാരും നമുക്ക് ഒപ്പം കാണില്ല. എല്ലാം വേണം. ആവശ്യത്തിന് നമ്മളതായ സൗകര്യങ്ങൾ കണ്ടെത്തി നമ്മൾ ജീവിക്കുക. മറ്റുള്ളവരെ പോലെ നമ്മൾ ജീവിക്കാൻ പോയാൽ നമ്മളെ ജീവിതം എങ്ങും എത്തത്തില്ല. അപ്പോൾ എൻ്റെ അനുഭവത്തിലൂടെ, എൻ്റെ പാഠത്തിലൂടെ, എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ആവാം. ഇപ്പോൾ കറി വാങ്ങിച്ചതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാതെ കുടിക്കാതെ കഴിക്കാതെ ഒന്നുമല്ല ഇരിക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് വാങ്ങുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, അടിച്ച് പൊളിക്കുന്നുണ്ട്.
ഞാൻ എന്തൊക്കെയോ ഫോണും എടുത്ത് വെച്ച് നിങ്ങളോട് കഥ പറഞ്ഞ് സമയം പോകുന്നു. നിസ്സാര ഒരു കറി കേസാണേ, നിസ്സാര ഒരു കറി കേസാണ് ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. അപ്പോൾ എപ്പോഴും കറിയും മീനും ചോറും കാണിച്ചുകൊണ്ട് നിന്നാലും നിങ്ങൾക്കൊരു വെറുപ്പിക്കലാവൂലേ. ഞാനിവിടെ പുറത്ത് വന്ന് നിന്നിട്ടാണ് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിങ്ങളോട് കഥ പറയുന്നത്. അപ്പോൾ ഞാൻ കറി എന്തായാലും പൊട്ടിച്ച് കാണിച്ച് തരാം കേട്ടോ. കറികൾ കാണിച്ചു തരാം. കണ്ട പുളിശ്ശേരി കണ്ടു, 50 രൂപയുടെ പുളിശ്ശേരി, 50 രൂപയുടെ തോരൻ, ചിരിയും വരുന്നുണ്ട്. വറുത്ത മീൻ, ഞാൻ നേരത്തെ കാണിച്ച മീനുണ്ടല്ലോ, മീൻ ഇതുപോലൊരു വിധം കൂടെ ഞാൻ അവിടെ വറുക്കാനിട്ടിട്ടുണ്ട്. ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 2-3 മുളകും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ശരിയായില്ലെങ്കിൽ അപ്പം മുളകെങ്കിലും കടിച്ചൊന്ന് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ ചോറും പുളിശ്ശേരിയും തോരനും വറുത്ത മീനും മുളക് വറുത്തതും. നമ്മളെ ചോറും കറികളൊക്കെ കണ്ടല്ലോ. ഇത്തിരി വെക്കാൻ മടിച്ചിട്ടാണ്. മണി ഇപ്പോൾ 2:15 ഉള്ളൂ. പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നെങ്കിൽ എനിക്ക് വെക്കാനുള്ള സമയമേ ഉള്ളൂ. പച്ചക്കറി വാങ്ങി വന്നെങ്കിൽ വെച്ചാൽ മതിയായിരുന്നു. പെട്ടെന്നൊരു അവിയലും തോരനും പുളിശ്ശേരിയൊക്കെ വെക്കാൻ എത്ര നേരം വേണം എൻ്റെ സുഹൃത്തുക്കളെ. ഞാൻ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ, അവിടെ നിന്ന് കറി വാങ്ങുന്ന കാര്യം എല്ലാവരും പറയുന്നത് കൊണ്ട് ഞാൻ നോക്കുമ്പോൾ നമ്മൾ വരുന്ന വഴി കൊണ്ടല്ലോ തള്ളി കിടക്കും ആൾക്കാർ, ക്യൂ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കയറിയതാണ്. പിന്നെ കയറിയിട്ട് തിരിച്ചിറങ്ങണം മോശമല്ലേ, വാങ്ങാതെ പോകുന്നത് മോശമല്ലേ, അതുകൊണ്ടൊന്ന് വാങ്ങിയതേ ഉള്ളൂ. ഒരബദ്ധം ഒരിക്കേ പറ്റൂ. ഞാൻ വാങ്ങിച്ചുകൊണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചടയപടയെന്ന് വെക്കാനേ ഉള്ളൂ. അല്പം മടി പെരുംചേതം എന്ന് പറഞ്ഞാലത്തെ അവസ്ഥയെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക. കൂടുതലൊന്നും വള പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ടാറ്റാ, ബൈ ബൈ.